അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഒറ്റമൂല് കൂടിയാണ്. ഈ എണ്ണപ്പനയുടെ കുരു വലിയ മീനെ പിടിക്കാൻ വേണ്ടി പല ദേശത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ചൂണ്ടകളിൽ ഇതിൻ്റെ കുരു ഇങ്ങനെ കോർത്തിടും. എന്നിട്ട് പുഴയുടെ കുറുകെ അങ്ങോട്ട് കിട്ടും. ഉറപ്പായിട്ടും മീൻ കിട്ടുന്ന ഒരു വലിയ പ്രക്രിയയാണ്. എവിടെ നിന്നാണ് ഈ എണ്ണകൾ പാം ഓയിലൊക്കെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലും ഇതിന് വലിയ തോട്ടങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എണ്ണപ്പനയുള്ള നമ്മുടെ അതിരപ്പള്ളിയിലടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? വെറ്റിലപ്പാറയിലാണ് ഉള്ളത്. അപ്പോൾ പ്ലാന്റേഷൻ, അപ്പോൾ വെറ്റിലപ്പാറ പ്ലാന്റേഷനിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് തോട്ടമാണുള്ളത്. അപ്പോൾ അതിൻ്റെ എണ്ണക്കുരുവും ഇവിടെയുള്ള തൊഴിലാളികളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ഈ എണ്ണക്കുരുവും തൊഴിലാളികളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിൻ്റെ തൊഴിലായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഇത് ശരിക്കും പാം ഓയിൽ പോകണ അല്ലേ? പാം ഓയിലിൻ്റെ എണ്ണയാണല്ലേ? ഇത് എത്ര നാൾ, ഒരു വർഷം എത്ര നാൾ കായ്ക്കും ഇതിങ്ങനെ? 6 മാസം. 6 മാസം. 6 മാസം ഇതിന്റെ വിളവെടുപ്പ്. അപ്പൊ ഒരു വർഷം 2 പ്രാവശ്യം കിട്ടുള്ളൂ. കിട്ടും. അത് മിക്കപ്പോഴും ഉണ്ട് സാധനം. ഇപ്പൊ അതല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു ഡേറ്റ് അങ്ങനെ ഒന്നും ഇല്ല. കറക്റ്റായിട്ട് പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങിയ കൊലയുണ്ടാവും. അതല്ലേ. ഇത് എങ്ങോട്ടാ കൊണ്ടുപോകണത്? അപ്പൊ ശരി, ഇതിപ്പോ അഞ്ചലിലേക്ക്. അഞ്ചല് എന്ന് പറഞ്ഞാൽ കൊല്ലാഞ്ചലാണോ? കൊല്ലാഞ്ചല് അവിടെയാണ് ഇതിന്റെ പ്ലാന്റ്. പിന്നെ ഗോദ്രേജിന്റെ കമ്പനി കൊണ്ടുപോകാറുണ്ട് അതുപോലെ തൃശ്ശിക്ക്. അപ്പോൾ ഇത് നിങ്ങൾ കുത്തിച്ചടിയും? ഇത് ഇവര് തൊഴിലാളികളുണ്ട്. ഇവര് ആണുങ്ങള് സിക്കിളിട്ട് വലിച്ചിടും. ഇവര് അത് ചുമന്ന് വണ്ടി വരുന്ന ഭാഗത്തേക്ക് ആക്കും. എന്നിട്ട് ലോഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് തട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് വലിയ ലോറിയിൽ ലോഡ് കയറ്റി ഇതിങ്ങനെ തന്നെ കൊണ്ടുപോകും. ഇതിങ്ങനെ തന്നെ കയറ്റി പോകും. ഇതിപ്പോ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ എണ്ണ എടുക്കാനുള്ള പരിപാടി നിങ്ങൾക്ക് അറിയാമോ? അല്ല, അതിന് ഇവിടെ അതിന്റെ ഫാക്ടറിയും കാര്യങ്ങളും വേണം. അതിന് സ്വന്തമായിട്ട് തിളപ്പിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ അങ്ങനെ പറ്റുമോ? ചെയ്തിട്ടുണ്ടോ? തിളപ്പിച്ചെടുക്കലൊന്നുമില്ല. ഇതിനകത്ത് ഓയിലുള്ള ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. തിളപ്പിച്ച് തന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും ഇത് നല്ലൊരു എണ്ണ തന്നെയാണോ? അത് ശരിക്കും പാം ഓയിലാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് വിപണിയിൽ ഒരുപാട് എണ്ണകളൊക്കെ വിഷം ചേർത്താണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണോ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ തേൻ എന്ന് പറയുന്ന ഒരു സാധനേ ശരിക്കും തേനീച്ച ഇതിൽ നിന്നാണ് നമ്മൾ തേൻ എടുക്കണേ. ഇപ്പൊ നമുക്ക് കൃത്രിമമായിട്ട് തേൻ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് ഓരോ വിപണിയിൽ വിൽക്കണല്ലേ, ഓരോ ബ്രാൻഡുകളുടെ പേര് ഇട്ടിട്ട്. ശരിക്കും ഓയിൽ എന്ന് പറയുന്ന സാധനം ഉണ്ട്, പാം ഓയിൽ. അത് ഓരോ കമ്പനിക്കാർ കൊണ്ടുപോയിട്ട് രുചി പാം ഓയിൽ അങ്ങനെ അവര് ഓരോ ലേബൽ ഇട്ടിട്ട് വിൽക്കണ്. ആ സംഭവം ഹണി ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാണ്, ലയൺ ഹണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ തേൻ തന്നെയാണ് ഈ സംഭവം. അപ്പൊ ശരിക്കും കാടന്മാരെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ തേൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. ഇത്രയും മനോഹരമായ ഒരു എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും കടന്നു പോകാൻ നമുക്ക് ഒരിക്കലും തോന്നില്ല. അത്രയും വശ്യമായൊരു സൗന്ദര്യം ഈ ഓരോ എണ്ണപ്പനയ്ക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പാം ഓയിലായിട്ട് ലഭിക്കുന്ന ഈ എണ്ണ വരുന്നത് ഇങ്ങനെയുള്ള എണ്ണപ്പനയുടെ ഈ കുരുവിൽ നിന്നാണ്. ചേച്ചി പറഞ്ഞു, നിങ്ങൾ എത്ര നാളായിട്ട് ഈ പണിയിൽ? ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 10, 13, 14 വർഷമായി. സ്ഥിരമായിട്ട് ഞങ്ങൾ 10 വർഷമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ദിവസക്കൂലി അല്ലേ? അല്ല, ഞങ്ങൾക്ക് മാസശമ്പളമാണ്. അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ടോ? അത്യാവശ്യം നമ്മളൊക്കെ ഉണ്ട്. 10,000-25,000 രൂപ അത്രയൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു ദിവസം 600 ചില്ലാനും രൂപ. അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള പണി ഉണ്ടോ അതിനകത്ത്? നല്ല പണി തന്നെയാണ്. ഈ സാധനം ആണുങ്ങൾ വലിച്ചിടുന്നത് ഞങ്ങള് അത് അതിന്റെ പട്ട വെട്ടി മാറ്റി കൊല കൊണ്ടുവന്ന് വഴിയിലൊക്കെ ഇട്ടിട്ട് വണ്ടി വന്ന് ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് ഇവിടുന്ന് വലിയ വണ്ടിയിൽ കയറ്റിയാണ് പോണത്. ഉണ്ടോ അല്ലേ? അത് ശരി. അപ്പൊ ഈ വർഷത്തിൽ 2 പ്രാവശ്യം അത് 2 പ്രാവശ്യം നല്ല ഇത് എപ്പോഴും കൊലയുണ്ട്. സീസൺ ഉണ്ട് ഇതിന്. ഒരു 4 മാസത്തിന് സീസണാണ്. 4-5 മാസത്തിന് സീസണാണ് അല്ലേ? അപ്പം മിക്കപ്പോഴും കൊലയുണ്ട്. പിന്നെ സീസൺ അല്ലാത്ത സമയത്ത് പിന്നെ കുറച്ച് കൊലയൊക്കെ ഉണ്ടാവും. വർഷകാലത്ത് വേനൽക്കാലത്ത് നിങ്ങൾക്ക് പണിയുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ടെൻഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, നിങ്ങൾ ഈ ഇതിന്റെ എണ്ണ ഉപയോഗിച്ചായിരിക്കും നിങ്ങളുടെ പാചകവും കാര്യങ്ങളും? അല്ലല്ല, ഞങ്ങള് ഇതിന്റെ എണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല. കൊല്ലത്ത് ഒരിടയ്ക്ക് അവിടുന്ന് ലോഡ് വണ്ടി കൊണ്ട് വന്ന ഒരാൾ ഞങ്ങൾക്ക് ഇതിന്റെ എണ്ണ കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇത് നമ്മൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൂട്ടിലുണ്ടാക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ പുറങ്ങനെ ചെത്തി എടുത്തിട്ട് ഇങ്ങനെ ചതച്ചിട്ട് നേരി പിന്നെ അങ്ങനെ ഉണ്ടാക്കണവരുണ്ട്. ഇവിടെ ഇല്ല. അതൊക്കെ അങ്ങനെ കൊല്ലത്തൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നൊരു ഇങ്ങനെ പറയണ കേട്ടോ. അതൊന്നും വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം. ഈ മരം ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു പരിപാടിക്ക് മാത്രം ഉപയോഗിക്കണം. അപ്പൊ ഇതിന്റെ ഓല കൊണ്ട് മെടഞ്ഞ എന്തെങ്കിലും പരിപാടി? ഓല ചൂലുണ്ടാക്കാൻ കൊണ്ടുപോകും. ചൂലുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. നല്ല ചൂലാണ്. നല്ല ചൂലാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആയുധം, പണി ആയുധം ഇതാണ്. ഇതുകൊണ്ട് വലിച്ചു അടിക്കുന്നത് അല്ല, ഇതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടോട്ടാണ് ഉപയോഗിക്കുന്നത്. പന വലിക്കാൻ ഉപയോഗിക്കുന്ന സിക്കിള് വലിക്കണല്ലേ? അതിപ്പോ നമ്മള് ലോഡ് കെട്ടാൻ വേണ്ടി വെച്ചിട്ടാണ്. ഇതിന്റെ കുരു ശരിക്കും എന്തിനാ ഉപയോഗിക്കണത്?
കുരു ഉപ്പുറ്റി വര വിളണേന് നല്ല മരുന്നാണോ? തേച്ചാ അത് മാറും. ഞങ്ങളുടെയൊക്കെ മാറിയേക്കാണ് അങ്ങനെ. അടിപൊളി മരുന്നാണ്. അടിപൊളി ഒറ്റമൂലി. ഒറ്റമൂലി. പിന്നെ ഇപ്പൊ ഞങ്ങള് ഇവിടെ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ വെട്ടുമ്പോൾ ഞങ്ങളുടെ അരിവാള് വൃത്തിയാക്കാനും കൈ വൃത്തിയാക്കാനൊക്കെ ഇത് ചെത്തി കൈമ തേച്ച് അടിപൊളിയായിട്ട് പോകും കൈ. അപ്പൊ ഇങ്ങനെ രണ്ട് വലിയ ഉപയോഗങ്ങൾ തന്നെ ഉണ്ട്. പിന്നെ ഉപയോഗങ്ങളുണ്ടാവും. ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. അല്ല നിങ്ങൾ ഇത്ര വർഷമായിട്ട് പറയുമ്പോഴേ ആകെ കണ്ടുപിടിച്ചാൽ ഈ രണ്ട് കാര്യങ്ങളുള്ളൂ അല്ലേ? മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എണ്ണപ്പനയുടെ കുരു വലിയ മീനെ പിടിക്കാൻ വേണ്ടി പല ദേശത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ദേശത്തുള്ള ആളുകളും ഇങ്ങനെ വലിയ മീനെ പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് ചൂണ്ടകളിൽ ഇതിൻ്റെ കുരു ഇങ്ങനെ കോർത്തിടും. എന്നിട്ട് പുഴയുടെ കുറുകെ അങ്ങോട്ട് കിട്ടും. ഉറപ്പായിട്ടും മീൻ കിട്ടുന്ന ഒരു വലിയ പ്രക്രിയയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എണ്ണപ്പന ഈ കുരു പഴുത്ത് കിട്ടുന്ന സമയമാണ് എൻ്റെ നല്ല സമയം. അപ്പോൾ ഇത് കാണാനും പരിചയപ്പെടാനും ആഗ്രഹമുള്ളവർ എങ്ങോട്ട് പോരും, വെറ്റിലപ്പാറയിലേക്ക് പോരുക. അപ്പോൾ ഇവിടെ എല്ലാവരും ഇവർ നിങ്ങളെ ഇതൊക്കെ കാണിച്ചു തരികയും പരിചയപ്പെടുത്തി തരുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ് കാണുമ്പോഴേക്കും